ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി നോക്കിയല്ലോ. അപ്പോൾ വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ള സാധനമാണെന്ന് എല്ലാവർക്കും അറിയില്ല. മാത്രമല്ല നല്ല ടമ്മി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കാച്ചിയ പാലാണ് എടുക്കുന്നത്. എനിക്ക് റോ മിൽക്കിൻ്റെ ടേസ്റ്റും സ്മെല്ലും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓട്സും 1 സ്പൂൺ ചിയ സീഡ്സും എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. മോർണിംഗ് നമ്മളത് എടുക്കുന്ന ടൈമിൽ നല്ല കട്ടിയായിട്ട് കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ഞാനൊരു 4 ഈന്തപ്പഴവും 4 അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് നട്ട്സാണുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും സാരമില്ല. ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ്, പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഫ്രൂട്ടായിട്ട് ഇവിടെ ഒരു ചെറിയ പഴമാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അത് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആപ്പിളോ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ആർഭാടമായിട്ട് തന്നെ ഇത് കഴിക്കാം ഗൈസ്. അപ്പം ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ്. ഇനി ഞാൻ തേനിന് പകരം ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ചേർക്കുന്നത്. തേൻ എൻ്റെ അടുത്ത് തീർന്നു പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡേറ്റ്സിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടി തേൻ തന്നെ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.